ഇവർ അതിഥികളോ അന്തകരോ? വിജയകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയതാണ് എന്ന് ITA ന്യൂസ് പലയാവർത്തി പറഞ്ഞു കഴിഞ്ഞു. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതകം ആസൂത്രണം ചെയ്തത് ജുഡീഷ്യൽ മൈൻഡുള്ള ക്രിമിനലുകൾ ആണ് എന്ന് ഉള്ളതിനുള്ള കൃത്യമായ തെളിവുകൾ അത് അക്കമിട്ട് ഞങ്ങൾ പുറത്തുവിടുകയും അതിനകത്ത് സംഭവിച്ചേക്കാവുന്ന കാരണങ്ങൾ അതടക്കം വിശദീകരിച്ച ഞങ്ങൾ നിരവധി വാർത്തകൾ അത് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കൊലയാളി അത് അമിത് ഒറാങ് തന്നെയെന്ന് എല്ലാ ഘട്ടങ്ങളിലും തെളിയണം, ഉറപ്പാക്കണം, ഒരു നേരിയ സംശയത്തിനിട പോലും നൽകരുത് എന്ന വാശിയിലാണ് കൃത്യതയോടും പെർഫെക്ഷനോടും കൊലയാളികൾ ആ കൃത്യം നിർവഹിച്ചെടുത്തത് അല്ലെങ്കിൽ നിർവഹിച്ചിരിക്കുന്നത്. ഇനി ഈ പറയുന്ന പ്രതി, അതായത് അമിത് ഒറാങ് എന്ന അതിഥി തൊഴിലാളി ഇവിടെ കേരളത്തിൽ എത്തിയതും വിജയകുമാറിൻ്റെ ജീവനക്കാരനായി മാറിയതും വളരെ നാടകീയമായിട്ടായിരുന്നു. വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീരയെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമിത്തിന് വിജയകുമാർ വിളിച്ച് ജോലി നൽകുകയായിരുന്നു. പണി ഇരന്നു വാങ്ങിയെന്ന് പച്ച മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. 2024 ഫെബ്രുവരിയിലാണ് അമിതും ഭാര്യയും കോട്ടയത്തെത്തിയത്. ഇവർ താമസിച്ചത് വിജയകുമാറിൻ്റെ കോട്ടയത്തെ ലോഡ്ജിലായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടെയാണ് കോട്ടയത്തെത്തിയത്. ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് കിട്ടാതെ വന്നതോടെയാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത്. ഇവരുടെ അവസ്ഥ അറിഞ്ഞ വിജയകുമാർ ജോലി നൽകാമെന്ന് അങ്ങോട്ട് പറയുകയായിരുന്നു. ഇവർ ആരെന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള പരിശോധനയും വിജയകുമാർ അന്ന് നടത്തിയിരുന്നതുമില്ല. ഒരു പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘത്തിൻ്റെ തിരക്കഥ പ്രകാരം, ആ തിരക്കഥ ആവശ്യപ്പെടുന്ന പ്രകാരം പെർഫെക്ഷനോടും ടൈമിങ്ങോടും കൂടിയാണ് അമിത് ആ കൊലപാതകങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്. അതിനർത്ഥം അമിത് ഒരു പ്രൊഫഷണൽ കില്ലറാണ് എന്നാണ്. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇയാൾക്ക് എവിടെയാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് എന്നതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇവനൊരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ കില്ലറാണ് എന്നുള്ളതിന് വളരെ വലിയ തെളിവുകളാണത്. സ്പെസിഫിക് ടൈമിങ്ങിൽ കൃത്യം നിർവഹിക്കാൻ എക്സ്പേർട്ടായവൻ. അപ്പോൾ ഇവനെപ്പോലുള്ള കൊടും ക്രിമിനലുകൾ അതിഥി തൊഴിലാളികളുടെ രൂപത്തിലും ഭാവത്തിലും ലേബർ ക്യാമ്പുകളിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ നടത്തിയ നരനായാട്ടുകളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളത്. ആരും അതിനെ നിസ്സാരമായി കാണരുത്. നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കോട്ടയത്ത് 9 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുവാൻ ശ്രമം നടത്തിയ അസംകാരൻ നൂറുൽ ആദം. അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ അവസരോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം അവൻ രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ്. 2023 ജൂലൈ 28 സമൂഹ മനസാക്ഷിയെ നടക്കുന്ന രീതിയിൽ ആലുവയിൽ പിഞ്ചുകുഞ്ഞ് ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഇരയായത്. ബീഹാർ സ്വദേശികളായിട്ടുള്ള അതിഥി തൊഴിലാളികളുടെ 5 വയസ്സുകാരിയായ മകളെ കാണാനില്ലെന്ന് കാട്ടി കുട്ടിയുടെ അമ്മ ആലുവ ഈസ്റ്റ് പോലീസിൽ നൽകിയ ഒരു പരാതി. ആ പരാതിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇങ്ങനെ ഒരു ക്രൂര കൊലപാതകം വെളിച്ചത്ത് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. 18 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ആലുവ മാർക്കറ്റിന് സമീപത്തെ മാലിന്യക്കൂനയിൽ നിന്ന് ആ പിഞ്ചുകുഞ്ഞിൻ്റെ മൃതദേഹം അന്ന് ലഭിച്ചത്. പ്രതി ബീഹാർ സ്വദേശി അസ്ഫാഖ് ആലത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബലാത്സംഗത്തിന് ശേഷം ആ പിഞ്ചുകുഞ്ഞിനെ തെളിവ് നശിപ്പിക്കാനായി ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി ആ നരാധവൻ. അപ്പോൾ ഈ കേസിലെ പ്രതിയായിട്ടുള്ള അഷ്ഫാഖ് ആലം 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതിന് 2018 ഗാസിപ്പൂർ പോലീസ്, അതായത് ഉത്തർപ്രദേശിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ ചരിത്രം പറയുന്നതാണിത്. അപ്പോൾ 5 വയസ്സുകാരിയെ കൊന്ന് മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയതും അപ്പോൾ ഇതുപോലെ ഒരു അതിഥിയായി എത്തിയവനാണ്. ഇനി 2016 ഏപ്രിൽ 28 ഇതിന് സമാനമായ രീതിയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന കൊലപാതകം കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള പെരുമ്പാവൂർ. ആ പെരുമ്പാവൂർ നഗരത്തിനടുത്ത രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇരിങ്ങോൾ ഗ്രാമത്തിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ജിഷ അതിക്രൂരമായ പീഡനത്താൽ കൊല്ലപ്പെടുന്നു. പെരിയാർ ബണ്ട് കനാലിൻ്റെ തീണ്ടയിൽ പുറമ്പോക്ക് ഭൂമിയിൽ പണിത ഒരു ഒറ്റമുറി വീട്ടിലാണ് ജിഷയും ജിഷയുടെ അമ്മ രാജേശ്വരിയും കഴിഞ്ഞിരുന്നത്. ജോലിക്ക് പോയിരുന്ന രാജേശ്വരി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മകളുടെ മൃതദേഹം കാണുന്നത് പോലും. ശ്വാസം മുട്ടിച്ചും ക്രൂരമായി മർദ്ദിച്ചുമാണ് ജിഷയെ
കൊലപ്പെടുത്തിയത്. വയറിലും കഴുത്തിലും യോനിയിലും ക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെ തെളിവുകളുണ്ട്. ക്രൂരമായ ലൈംഗിക പീഡനം നടന്നതിന് ശേഷമാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ദേഹത്ത് 30-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു ജിഷയുടെ. ഡൽഹിയിലെ നിർഭയ കേസിന് താരതമ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള കൊലപാതകമായിരുന്നു. കുടൽമാല മുറിഞ്ഞ് കുടൽ പുറത്തു വന്ന നിലയിലായിരുന്നു എന്നും കത്തി നെഞ്ചിൽ ആഴത്തിൽ കുത്തിയിറക്കിയിട്ടുണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ജിഷയുടെ കൊലപാതക കേസിൽ ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ജൂൺ 16-നാണ് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതാ ഇപ്പോൾ ഒരു കേസിനു കൂടി വിധി വന്ന ഒരു കാലമാണിത്. ആ കേസ് നടക്കുന്ന 2022 ഫെബ്രുവരി 6-നായിരുന്നു തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ മറ്റൊരു കൊലപാതകം. പേരുക്കുളയിലെ അമ്പലമുക്കിൽ അലങ്കാര ചെടി വിൽപ്പന സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവൻ്റെ സ്വർണ്ണമാല മോഷ്ടിക്കാനാണ് തമിഴ്നാട് തോവാള സ്വദേശി രാജേന്ദ്രൻ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. ഇവനും അന്യസംസ്ഥാന തൊഴിലാളിയാണ്. തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ പ്രതിയാണ് സ്വർണം മോഷ്ടിക്കാനായി വിനീതയെയും കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. സമാന രീതിയിൽ 2017-ൽ തമിഴ്നാട് വെള്ളമഠം സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായിട്ടുള്ള സുബ്ബയ്യൻ, ഭാര്യ വാസന്തി, ഇവരുടെ 13 വയസ്സുകാരിയായിട്ടുള്ള വളർത്തുമകൾ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നതും ഈ നരാധമനാണ് എന്നുള്ളതാണ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ഹോട്ടൽ തൊഴിലാളിയായി പേരുക്കടയിലെത്തിയ രാജേന്ദ്രനാണ് അമ്പലമുക്കിലെ കടയിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ആ സമയമെന്ന് പറയപ്പെടുന്ന ഈ സമ്പൂർണ്ണ കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ദിവസം ചെടികൾ നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിനീത കടയിലേക്ക് എത്തുന്നു. ചെടി വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തിയ രാജേന്ദ്രൻ ചെടികൾ കാണിച്ചു കൊടുത്ത വിനീതയെ പുറകിൽ നിന്ന് വട്ടം ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയായിരുന്നു. 4 കൊലകളും ഒരേ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയവനാണ് ഈ അതിഥി തൊഴിലാളിയും. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കൊലപാതകങ്ങൾ, മോഷണം, ലഹരിക്കടത്ത് എന്നുവേണ്ട എന്ത് വൃത്തികേടിന് പിന്നിലും ഈ അതിഥി തൊഴിലാളികൾ ഉണ്ട് എന്നുള്ളതാണ്. അതിഥി തൊഴിലാളികളുടെ പറുദീസയാകുന്ന കേരളത്തിൽ തൊഴിൽ തേടിയെത്തുന്ന അന്യസംസ്ഥാനക്കാരുടെ എണ്ണം 5 ലക്ഷം കവിഞ്ഞു എന്ന് മന്ത്രി തന്നെ കണക്കുകൾ നിരത്തി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെത്തിയ അതിഥി തൊഴിലാളികളിൽ 1-ാം സ്ഥാനം പശ്ചിമ ബംഗാളിനാണ്. 2,10,983 അതിഥി തൊഴിലാളികൾ പശ്ചിമ ബംഗാളിൽ നിന്ന് ഉള്ളതാണ്. അസമിനാണ് അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിൽ 2-ാം സ്ഥാനം. അസമിൽ നിന്നുള്ള 87,087 തൊഴിലാളികൾ കേരളത്തിലെ വിവിധ മേഖലകളിൽ ദിവസവേതനത്തിൽ തൊഴിലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 3-ാം സ്ഥാനത്തുള്ള ഒഡീഷയിൽ നിന്നുള്ള അതിഥി തൊഴിലാളി അവരുടെ എണ്ണമെന്ന് പറയുന്നത് 56,245 ആണ്. ഏറ്റവും കുറവ് ലക്ഷദ്വീപിൽ നിന്ന് 7 പേർ. ബാക്കി ബീഹാറിലും ഉത്തർപ്രദേശിലും ആന്ധ്രാപ്രദേശിലും ഛത്തീസ്ഗഡിലും കർണാടകയിലും തമിഴ്നാട്ടിലും കൂടാതെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ നിരവധി പേർ ഇവിടെ അതിഥി തൊഴിലാളികളായി എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കണക്കുകളിലെ ആധികാരികതയിൽ യാതൊരു ഉറപ്പുമില്ല കേട്ടോ. കാരണം ആരൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നു, എവിടെ താമസിക്കുന്നു, എത്ര നാൾ താമസിക്കുന്നു, എന്ത് ചെയ്യുന്നു, എവിടേക്ക് പോകുന്നു എന്നൊന്നും ആരുടെ കയ്യിലും ഒരു വിവരവുമില്ല. വളരെ ഭയാനകമായ സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ മികച്ച സാമൂഹിക അന്തരീക്ഷവും ഉയർന്ന വേതനവുമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നത് പതിവായ സാഹചര്യത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായിട്ടുള്ള എണ്ണവും ഒപ്പം തന്നെ രജിസ്ട്രേഷന് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ആവശ്യം ഉയർന്നു വന്നതും. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ച വിവരം തൊഴിൽ വകുപ്പിന് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത്. സ്ഥിതി ഇതാണെങ്കിലും കേരള സർക്കാർ ഈ അന്തകന്മാരാകുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കായിട്ട് വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിഥികളെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നു. കേരളത്തിലേക്ക് തൊഴിലിനായി എത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് വൃത്തിയോടുകൂടിയുള്ള താമസ സൗകര്യത്തിനും ആരോഗ്യ ഇൻഷുറൻസിനുമായിട്ട് വിവിധ പദ്ധതികളാണ് തൊഴിൽ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് പോലും. ഡീസൽ ജനറേറ്റർ, CCTV അടക്കം സംവിധാനങ്ങളോടുകൂടിയ ഹോസ്റ്റലുകൾ എന്നിവയൊക്കെ അപ്നാകർ എന്ന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്കായിട്ട് ഒരുക്കിയിട്ടുമുണ്ട്.
സംഗതികളൊക്കെ കൊള്ളാം, പക്ഷേ അതിഥിയായി സ്വീകരിക്കുന്നവൻ്റെ അന്തകരാകരുത് ഇവർ. നമ്മുടെ നാട്ടിൽ അതിഥികളായെത്തി ജോലി കൊടുക്കുന്നവൻ്റെ നെഞ്ചിൽ തന്നെ കത്തി കുത്തിയിറക്കി ഇവിടെ കൊള്ളയും കൊലപാതകവും ലഹരിക്കടത്തും നടത്തുന്ന ഇവന്മാർക്ക് ഇത്രയൊക്കെ പരിരക്ഷ വേണമോ, അതോ ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടേ എന്ന് നമ്മൾ തന്നെ ചോദിക്കുമ്പോൾ നമ്മളെ തന്നെ തിരിഞ്ഞുകുത്തുന്ന ചില സത്യങ്ങൾ കൂടിയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൊലപാതകത്തിനും കൊള്ളയ്ക്കുമൊക്കെ ഈ അതിഥി തൊഴിലാളികളായി എത്തുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവന്മാരെ ഇവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങൾ വിലക്കെടുത്തും ഭയപ്പെടുത്തിയും പണം നൽകിയും എന്തിന് ലഹരി കൊടുത്തും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെയൊക്കെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അതൊരു നഗ്നസത്യമാണ്. അങ്ങനെയും നടക്കുന്ന കൊലപാതകങ്ങൾ അടക്കം ആരെങ്കിലും അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികളെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥ വില്ലന്മാരെ ആരും തിരിച്ചറിയുന്നില്ല. പകരമെല്ലാം അതിഥി തൊഴിലാളികളിൽ കെട്ടിവെച്ച് യഥാർത്ഥ സൂത്രധാരൻ അണിയറയിൽ അടുത്ത കൊലപാതകത്തിന് കോപ്പുകൂട്ടുകയാണ്. പിന്നെ ഇവിടെ എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും ക്രിമിനലുകൾ ആയിരിക്കും. അതിനാലാണ് അവന്മാർ അവരുടെ സംസ്ഥാനത്ത് നിന്നും പുറത്തുചാടി വളരെ സേഫ് സോണായിട്ടുള്ള കേരളത്തിലെത്തുന്നതും ഇവിടെ ആരാലും അറിയാതെ ജീവിക്കാൻ കഴിയുന്നതും. അങ്ങനെയുള്ളവർ ഒരിടത്ത് മാത്രം കേന്ദ്രീകരിച്ചാകില്ല ഇവന്മാരുടെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്ന പല ജില്ലകളിലേക്ക് അവർ ഇങ്ങനെ കൂടുമാറിക്കൊണ്ടേയിരിക്കും. അവിടെയുള്ള ക്രിമിനലുകളുമായിട്ട് ചങ്ങാത്തം കൂടി അവരുടെ ബിനാമിയായി കൊള്ളയ്ക്കും കൊലപാതകത്തിനും കൂട്ടുകൂടുക തന്നെ ചെയ്യും. ഇവിടുത്തെ ഗുണ്ടാസംഘങ്ങൾക്ക് കീഴിൽ അവരുടെ തണലിൽ ഇവന്മാർ ജീവിക്കും. ഗുണ്ടകൾക്ക് ആവശ്യവും ഇതുപോലുള്ള, അതായത് ഈ കൊലയാളികൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആകുന്നതാണ് ഇവന്മാരെ ഉപയോഗിക്കുന്നവർമാർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയപ്പെടുന്നത്. കാരണം ഇങ്ങനെയുള്ളവരാണ് ആവശ്യമെന്ന് പറയപ്പെടുന്നത്. കാരണം ഇവന്മാർ കൃത്യം നിർവഹിക്കാൻ പോകുമ്പോഴും തിരികെ വരുമ്പോഴും വളരെ നെർവസ് ആയിരിക്കും. ഇവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, വളരെ കൂളായിരിക്കും. കൃത്യനിർവഹണത്തിന് ശേഷം ഇവർ പിടിക്കപ്പെടുമ്പോഴും ഇവരെ ഉപയോഗിച്ചവരെ കണ്ടുപിടിക്കുവാൻ കഴിയില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ അന്വേഷണം മറ്റാരിലേക്കും സ്കിപ്പാകാതിരിക്കാൻ കൊലപാതകത്തിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അത് ഡ്രാഫ്റ്റ് ചെയ്തവർ തുടക്കം മുതൽ ശ്രദ്ധാലുക്കൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ആസൂത്രണം ചെയ്യുന്ന കൊലപാതകങ്ങൾക്കെതിരെ ഒരു ലൂപ്പ് ഹോൾ പോലും പോലീസിന് കിട്ടില്ല എന്നുള്ളതാണ്. അത്രയും കൃത്യതയാണത്. കേരളത്തിൽ തൊഴിൽ തേടിയെത്തുന്ന അന്യ സംസ്ഥാനക്കാരെ അതിഥികളായാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ കാണുന്നത്. അവർക്കിവിടം സ്വർഗമാണ്. തൊഴിലാളികളുടെ പറുദീസയാകുന്ന കേരളത്തിൽ അതിഥികളായെത്തുന്ന ഇവർ മലയാളിയുടെ അന്ധകന്മാരായി മാറുകയാണിപ്പോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പൊതുസമൂഹം ജാഗരൂകരാകുക, അതിഥികൾ അന്ധകന്മാരാകാതിരിക്കാൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.